ഹലോ ഗൈസ്, ഇന്ന് നമ്മളെ വീട്ടിൽ നട്ടിരുന്ന എല്ലാ കപ്പകളും പുഴുകാൻ പോവുകയാണ്. അപ്പം പുഴുകുന്നതിന് തടസ്സമില്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം കപ്പയുടെ ഇലയൊക്കെ അങ്ങോട്ട് വെട്ടിക്കൊടുത്ത് പിന്നെ നമ്മളിങ്ങനെ പുഴുതെടുക്കുവാണ്. ഞാനൊരു കപ്പ പുഴുകാൻ ശ്രമിച്ചു. എൻ്റെ പൊന്നോ, എന്നെക്കൊണ്ട് പറ്റത്തില്ല, എന്തൊരു പാടാ. അവസാനം ഞങ്ങൾ 3 പേരും കൂടെ വന്നിട്ട് ആ കപ്പ പുഴുതെടുത്തു. അതാണ് ഈ കാണുന്നത്. അങ്ങനെ കുറേ കപ്പയുണ്ടായിരുന്നു. എനിക്ക് പറ്റത്തില്ല, ഭയങ്കര പ്രയാസം കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ചെയ്യുന്നവരെ സമ്മതിച്ചു കൊടുക്കണം. അങ്ങനെ അമ്മ ഇവിടുന്ന് കൊട്ടയും കൊണ്ട് വരികയാണ് ഗൈസ്. ഇനി നമ്മളിതെല്ലാം ആ കൊട്ടയ്ക്കകത്തോട്ട് വെട്ടി ഇടണം. അങ്ങനെ ഓരോ കപ്പയായിട്ട് അതിനകത്തുനിന്ന് വെട്ടി എടുക്കുകയാണ്. സുബിനാണെങ്കിൽ 2 മരക്കമ്പ് എടുത്തിട്ട് പണ്ടവർ വണ്ടി ഉണ്ടാക്കി കളിക്കുന്ന കഥയൊക്കെ പറയുമായിരുന്നു. അങ്ങനെ അമ്മയും ഞാനും സുബിനും അപ്പയും കൂടെ ഈ കപ്പകളെല്ലാം കൊട്ടയിലോട്ട് പറക്കിയിടുകയായിരുന്നു. എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് വെട്ടി തുടങ്ങി. കപ്പയുടെ തൊലിയൊക്കെ കളഞ്ഞ്. അപ്പം ഞങ്ങളത് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് വട്ടയപ്പം വന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരു പീസ് കഴിച്ചിട്ട് ഞങ്ങളിങ്ങനെ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അതിനെ ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ തൊലിയൊക്കെ കളഞ്ഞ് വന്നപ്പോഴേക്കും സന്ധ്യയായി. അപ്പം നമ്മൾ വിചാരിച്ചു ഇനിയിപ്പോൾ ഈ പരിപാടികളൊന്നും നടക്കത്തില്ല വെച്ചിട്ട് ബാക്കി പരിപാടികൾ നാളത്തേക്കാണ് മാറ്റി. കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വൃത്തിയാക്കിയിട്ട് അത് അരിഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ വേവിക്കണമെന്നൊരു കണക്കുണ്ട്. അങ്ങനെ നമ്മളത് പിറ്റേ ദിവസത്തേക്ക് മാറ്റി. ഞങ്ങൾ അരിഞ്ഞു, അത് കൊണ്ടുപോയി പുഴുങ്ങി. വേവിക്കാമെന്ന് വെച്ചാൽ പുഴുങ്ങി എടുക്കണം കേട്ടോ. ഞാനിതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. അങ്ങനെ നമ്മൾ ആ വെള്ളത്തിലിങ്ങനെ പുഴുങ്ങി എടുക്കണം. എന്നിട്ടത് കൊട്ടയിലോട്ട് മാറ്റുവാണേ. അതിങ്ങനെ കൊട്ടയിലോട്ട് ഇങ്ങനെ തട്ടിയിട്ടിട്ട് അതിൻ്റെ വെള്ളമൊക്കെ കളയണം. എന്നിട്ട് നമ്മുടെ വീടിൻ്റെ മുകളിൽ നല്ല തൂത്ത് വൃത്തിയാക്കി കഴുകിയിട്ടിരുന്ന സ്ഥലമുണ്ട്. അവിടെ കൊണ്ട് നമ്മളിതിങ്ങനെ വിതറണം. അങ്ങനെ നമ്മളിങ്ങനെ വിതറി ഇടുവാണേ. അപ്പം ഇത്രയേ ഉള്ളൂ ഗൈസ്.